ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലം എവിടെയാണെന്ന് അറിയാമോ? അത് ഗുജറാത്തിലെ ഓഖയിലാണ്. ഞങ്ങൾ അതൊക്കെ കാണാൻ വേണ്ടി പോവുകയാണ്. നിലവിൽ ഞങ്ങളിപ്പോ വെരാവൽ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുന്നിലാണ്. ഇവിടുന്ന് എല്ലാ ദിവസവും രാത്രി 11:05 ഓഖയിലേക്ക് പോകുന്ന എക്സ്പ്രസിനാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. വെരാവൽ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഇവിടുന്ന് 6 കിലോമീറ്റർ പോയാൽ സോമനാഥ് എത്താം. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണാനില്ല. അതുപോലെ തന്നെ സ്റ്റേഷന്റെ മെയിൻ ഭാഗങ്ങളൊക്കെ ഇവിടെയാണ്. ഈ ഭാഗത്താണ് പാർക്കിംഗ് ഒക്കെ വരുന്നത്. ഞങ്ങൾ 2 വർഷം മുന്നേ ഇവിടെ വന്ന സമയത്ത് നവീകരണമായിരുന്നു. ഇപ്പം നല്ല അടിപൊളി റെയിൽവേ സ്റ്റേഷനൊക്കെ ആയി മാറിയിട്ടുണ്ട്. നവീകരണം പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല, തുടരുകയാണ്. അതോടൊപ്പം തന്നെ ഈ വെരാവലിനെ പറ്റി കുറച്ച് ആൾക്കാർക്കെങ്കിലും അറിയാം. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് വെരാവലിലേക്ക് ഒരു വീക്കിലി എക്സ്പ്രസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പോകാനുള്ള ട്രെയിനൊക്കെ പ്ലാറ്റ്ഫോം നമ്പർ 1 ഓൾറെഡി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ നമുക്ക് ആ ഒരു ട്രെയിനിൻ്റെ ഒരു കാഴ്ചകളിലോട്ട് പോവാം. വെരാവൽ ജംഗ്ഷന്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കയറിയിരിക്കുകയാണ്. ഇതാണ് നമുക്ക് പോകാനുള്ള ട്രെയിൻ. ലോക്കോമോട്ടീവ് ഒക്കെ ഓൾറെഡി ഇവിടെ കപ്പിൾ ചെയ്തിട്ടുണ്ട്. ഭഗത്തി കൊത്തി ലോക്കോമോട്ടീവ് ഷെഡിന് കീഴിലുള്ള WP7 ആണ് ലോക്കോമോട്ടീവ്. രാജ്കോട്ട് നിന്ന് ഈ ട്രെയിൻ ലോക്കോ റിവേഴ്സിലുണ്ട്. അപ്പോൾ ഇവിടെ മുതൽ ഇതാ തുടങ്ങിയാണ്. ആദ്യം കാണുന്നതൊക്കെ ഫസ്റ്റ് AC ആണ്. പിന്നെ എങ്ങനെയാണ് പോവുക? ഫസ്റ്റ് AC, സെക്കൻഡ് AC, തേർഡ് AC, സ്ലീപ്പർ, അൺറിസേർവ്ഡ് കോച്ചുകൾ മുഴുവനും പുറകിലാണ്. ട്രെയിൻ നമ്പർ 192-51. ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്നത് ഇതിൻ്റെ സ്ലീപ്പർ ക്ലാസ്സിലാണ്, S5. അത് കറക്റ്റ് നടുഭാഗത്തായിട്ടാണ്. വെരാവൽ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 1 റെയിൽവേ ദർഗയുണ്ട്. അതായത് നമ്മുടെ നാട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടിലെ പല റെയിൽവേ സ്റ്റേഷനിലും, അതിപ്പോൾ കേരളത്തിലായാലും ഉണ്ട്, പ്ലാറ്റ്ഫോമിൽ തന്നെ കോവിലുകൾ കാണില്ലേ, അതുപോലെ തന്നെയാണ് ഇവിടെ ദർഗയാണ്. ഈ ട്രെയിൻ റേക്ക് ഷെയറിംഗ് ഉണ്ട്. മുംബൈ സെൻട്രലിൽ നിന്ന് ഓഖയിലേക്കുള്ള സൗരാഷ്ട്ര മെയിലായിട്ട് അടുത്തൊരു കോച്ചിൽ തന്നെയാണ് നമുക്ക് കയറാനുള്ളത്. S5 30-ഉം 32-ഉം ആണ്. ഒരു അപ്പറും ഒരു സൈഡ് അപ്പറും അങ്ങനെയാണ് കിട്ടിയത്. ഇതാണ് കോച്ച്. സൈഡ് അപ്പർ ഇവിടെ ഉണ്ട്. ഈ ഒരു സൈഡ് അപ്പറും ഈ ഒരു അപ്പറും. ഞങ്ങൾ 1 മാസം മുന്നെയാണ് സ്ലീപ്പർ ക്ലാസ്സിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. 2 അപ്പർ ബർത്ത് തന്നെയാണ് ഓപ്ഷൻ കൊടുത്തത്. പക്ഷെ കിട്ടിയത് ഒരു സൈഡ് അപ്പറാണ്. കുഴപ്പമില്ല. അപ്പോൾ ഇവിടുന്ന് ഓക്കയിലേക്ക് സ്ലീപ്പർ ക്ലാസ്സിന് ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് 265 രൂപയാണ്. 11:05 വെരാവൽ റെയിൽവേ സ്റ്റേഷൻ ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ഓൺ ടൈം. ഈ റൂട്ടിലേക്ക് വരുമ്പോൾ സ്ലീപ്പർ ക്ലാസ് എടുത്താലും ബുദ്ധിമുട്ടൊന്നുമില്ല. AC തന്നെ എടുക്കണമെന്നില്ല. പക്ഷേ ഇവിടെ നല്ല ചൂടാണ്. ചൂടുള്ള സമയത്ത് AC തന്നെയാണ് നല്ലത്. ഇവിടെ ആകെ ഒരു പട്ടിക്കുട്ടം മാത്രമേ ഉള്ളൂ. അവനും പോയി. വെരാവൽ റെയിൽവേ സ്റ്റേഷനോട് വിട. ഇനി ഈ ട്രെയിൻ കടന്നു പോകുന്നത് ജുനാഗഡ്, രാജ്കോട്ട്, ഹാപ്പ, ജാംനഗർ, ദ്വാരക വഴിയാണ്. ഇന്ന് രാത്രി ഇനിയിപ്പോൾ അധികം കാഴ്ചകളൊന്നും പകർത്തുന്നില്ല. നാളെ രാവിലെ മുതൽ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 6:45. ഭാട്ടിയ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. അടുത്തതാണ് ഇനി ദ്വാരക. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒരു സ്റ്റോപ്പും കൂടെ ഉള്ളൂ ഓക്കെ എത്താൻ. ഇതാ സൂര്യനൊക്കെ ഉദിച്ച് വരികയാണ്. നല്ല യാത്രയായിരുന്നു അല്ലേ? നല്ല കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ കിടന്നുറങ്ങി. വലിയ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ നമ്മളെ ട്രെയിനിലത്തെ യാത്രക്കാർ ഭൂരിഭാഗം പേരും ദ്വാരകയിലേക്ക് ഇറങ്ങേണ്ടവരാണ്. ദ്വാരകയിൽ ഇറങ്ങേണ്ടവർ തന്നെയാണ്. ഈ ഭാഗത്ത് നല്ല കാറ്റുണ്ട്. അതുകൊണ്ട് തന്നെ ഇതാ ഒരു ഇഷ്ടം പോലെ വിൻഡ് മിൽസ് കാണാം. ഈ ഭാഗത്തായിട്ട് ഒരുപാടുണ്ട്. കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമല്ലോ. ഈ ഭാഗത്തായിട്ടും നമുക്ക് കാണാം. ട്രെയിൻ ഇപ്പോൾ ദ്വാരക പട്ടണത്തിനോട് അടുക്കുകയാണ്. അത് തന്നെയാണ് ദ്വാരക.
ഈ ട്രെയിൻ ഇപ്പോൾ ഇവിടെ നിർത്താൻ കാരണം എന്താ അറിയോ, ദ്വാരകയിൽ നിലവിൽ ഇപ്പോൾ ഓഖ എറണാകുളം എക്സ്പ്രസ് വന്നിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും അത് ഇപ്പോൾ അവിടുന്ന് ലീവ് ചെയ്തതിന് ശേഷം മാത്രമേ പോകുള്ളൂ എന്ന് അറിയില്ല. നോക്കി തന്നെ കാണണം. അപ്പോൾ ഇവിടുന്ന് കാണുന്നൊരു കാഴ്ച ഇങ്ങനെയാണ്. നല്ലൊരു സ്ഥലം. അവിടെ ഇതാ പക്ഷികളൊക്കെ വെള്ളം കുടിക്കാനൊക്കെ വന്നിട്ടുണ്ട്. ഇതാ നല്ല ഭംഗിയല്ലേ. 7:31 ട്രെയിൻ ഇത് ദ്വാരക സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓഖ എറണാകുളം എക്സ്പ്രസ് ആണ് ഈ തൊട്ട് മുന്നിലായി കാണുന്നത്. ഇതൊരു നല്ല സർവീസാണ്. ബേസിക്ക് 2024 മേഡ A1. ഈ ട്രെയിൻ നാളെ തന്നെ കേരളത്തിലെത്തും. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് ഓഖയിലേക്കും ദ്വാരകയിലേക്കും വരാനുള്ള ഒരേ ഒരു ട്രെയിനാണിത്. ആഴ്ചയിൽ 2 ദിവസം സർവീസ് ഉണ്ട്. അതെടുത്തിട്ട് പോയി. ഞങ്ങൾ ദ്വാരകയിൽ ഒരു 2 വർഷം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ദ്വാരക റെയിൽവേ സ്റ്റേഷനിൽ പുറത്തിറങ്ങിയിട്ട് കുറച്ച് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു താമസ സ്ഥലത്തൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. ഡോർമെറ്ററിയൊക്കെ നിന്ന് ഇവിടുത്തെ ഗുജറാത്തി താലിക്ക് കഴിച്ചിട്ടാണ് നമ്മുടെ മന്ദിറിലേക്ക് പോയത്. ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ ഉണ്ട്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഓട്ടോ ഒക്കെ കിട്ടും. 10-50 രൂപയാണ് ആയിട്ടുണ്ടാവുള്ളൂ. ഈ പറഞ്ഞ ഈ ദ്വാരകയിലാണ് പ്രസിദ്ധമായ ശ്രീകൃഷ്ണ ക്ഷേത്രം, ദ്വാരകാധീശ ടെമ്പിളൊക്കെ ഉള്ളത്. നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാണാൻ. ബീച്ച് ഉണ്ട്, അതുപോലെ തന്നെ ക്യാമൽ റൈഡ് ഉണ്ട്, ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള അടിപൊളി സ്ഥലം തന്നെയാണ്. മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ്. അപ്പോൾ ഈ ദ്വാരകേൻ്റെ ഭാഗത്തായിട്ട് കിടക്കുന്ന വേറൊരു സ്ഥലം കൂടി ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടുന്ന് വെരവൽ നിന്നാണല്ലോ വണ്ടി കയറിയത്. അതായത് ഹിന്ദു തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് 12 ജ്യോതിർലിംഗങ്ങളിൽ ആദ്യത്തേത് വരുന്നത് വേരവലിനടുത്തുള്ള സോമനാഥാണ്. പിന്നൊന്ന് വരുന്നുണ്ട് ഈ 12 ഒരെണ്ണം വരുന്നത് നാഗേശ്വർ. ഇവിടുന്ന് ഒരു 20 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഈ ദ്വാരക സന്ദർശനവുമായി ബന്ധപ്പെട്ട് ബെയ്റ്റ് ദ്വാരക എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അത് സ്ഥിതി ചെയ്യുന്നത് ഓക്കയിലാണ്. പിന്നെന്ന് വെച്ചാൽ ഹിന്ദുക്കളുടെ ഏറ്റവും പുരാതനമായ നഗരങ്ങളിൽ, അതായത് ഒരു മതപരമായിട്ടുള്ള നഗരങ്ങളിൽ ഒന്നാണ് ദ്വാരക. ഈ ട്രെയിനിൽ 99% ആൾക്കാരും ദ്വാരകയിൽ തന്നെ ഇറങ്ങി. ഇനി വളരെ ചുരുക്കം ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ ഓക്കയിലേക്ക്. ഇവിടുന്ന് ട്രെയിൻ എടുത്തിരിക്കുകയാണ്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോം ഇവിടെയാണ്. ഇവിടെ റെയിൽവേൻ്റെ റിട്ടയറിംഗ് റൂമൊക്കെ ഉണ്ട്. ഞങ്ങൾ അന്ന് വന്ന സമയത്ത് സ്വാമിനാരായൺ ഭക്തിധാം എന്നൊരു പ്രോപ്പർട്ടിയിലാണ് താമസിച്ചത്. നല്ല സ്റ്റേ തന്നെയായിരുന്നു. അത് ആ ഭാഗത്താണ് വരുന്നത്. ട്രെയിൻ ഇപ്പം മിഠാപൂർ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാ ഹോണടിച്ച് 1 മിനിറ്റാണ് സ്റ്റോപ്പ് ഉണ്ടായത്. അടുത്ത് തന്നെയാണ് ഓക്ക. പിന്നെ ഈ ഭാഗത്തുനിന്ന് നോക്കിയാൽ കുറച്ച് ഫാക്ടറികളൊക്കെ കാണാതാ ഇവിടെ ആയിട്ട്. നമ്മൾ ഓക്കയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ കേബിൾ പാലം. ഇനിയിപ്പം അവിടത്തേക്കാണ് നമുക്ക് പോകാനുള്ളത്. ഇവിടെ തന്നെ നല്ലൊരു വ്യൂ ഉണ്ട്. ഒരുപാട് ദൂരെയാണത്. ഓക്കെ എത്തി. ഇത് ഓക്ക പോർട്ടിലേക്കുള്ള ഒരു ട്രാക്കാണ്. വെരാവലിൽ നിന്നും 447 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ ഓഖ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 8:06. ഓഖ ഈ ട്രെയിനില്ലേ, നമ്മൾ ഇന്ന് വന്ന ട്രെയിൻ, അതിന് രാവിലെ 11:05 മുംബൈ സെൻട്രലിലേക്കുള്ള സൗരാഷ്ട്ര മെയിലായിട്ട് ഇവിടുന്ന് പോകും.
റൈഡ് ഷെയറിങ് അങ്ങനെയാണ്. ഇനിയിപ്പോൾ നമുക്ക് നേരെ സ്റ്റേഷൻ്റെ പുറത്തോട്ട് ഇറങ്ങാം, എന്നിട്ട് പാലത്തിൻ്റെ ഭാഗത്തോട്ട് പോവാം. ഇവിടുന്ന് കുറച്ച് പോകാനുണ്ട്. നമുക്കൊന്നെങ്കിൽ ഫോട്ടോ കിട്ടുമോയെന്ന് നോക്കാം. വണ്ടിയിൽ വന്ന എല്ലാ ആൾക്കാരും ഇറങ്ങിപ്പോയി. ഏറ്റവും അവസാനം നമ്മളാണ്. ഓഖ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. വന്ന ആൾക്കാരൊക്കെ ഇവിടുന്ന് പോയി. പിന്നെ ഇവിടെ ചെറിയൊരു ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട്. പുറത്തേക്ക് പോകുന്നൊരു വഴി ഇതാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് പാലത്തിൻ്റെ അടുത്തേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? പാലത്തിൻ്റെ കാര്യം പറയുമ്പോണ്ടല്ലോ, നമ്മൾ 2 കൊല്ലം മുമ്പേ ഈ ഓക്കെ എത്തിയിട്ട് നേരെ ബേറ്റ് ദ്വാരക എന്ന് പറഞ്ഞൊരു ദ്വീപിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ബോട്ട് കയറിയിട്ടാണ് പോയത്. ഇപ്പോൾ നമുക്ക് ബോട്ടിൽ പോവുകയും ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ പാലം വന്നുവല്ലോ, നമ്മുടെ കേബിൾ പാലം. ആ കേബിൾ പാലത്തിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ സുദർശന സേതു എന്നാണ്. ഇവിടുന്ന് 2 കിലോമീറ്റർ ഉണ്ട് ആ ഒരു പാലത്തിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. നമുക്ക് വല്ല വണ്ടി കിട്ടുമോ നോക്കാം. ഈ ഭാഗത്തൊന്നും ഒരു വൃത്തിയും ഇല്ല. ഇതാ നമുക്ക് ഇതുവഴിയാണ് പോകേണ്ടത്. റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗത്ത് നിന്ന് എന്തായാലും വണ്ടിയൊന്നും ആക്കുന്നില്ല. നമുക്ക് പോകുന്ന വഴിക്ക് വണ്ടി കിട്ടും, അതിൽ കയറി പോവാം. ഞങ്ങൾക്ക് ഇവിടുന്ന് ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കണമെന്നുണ്ട്. പക്ഷേ ഈ ഒരു വൃത്തിയൊക്കെ കാണുമ്പം കഴിക്കാൻ തോന്നുന്നില്ല. ബേറ്റ് ദ്വാരക എത്തിയ ശേഷം അവിടെ നിന്ന് കഴിക്കാനുള്ള ഒരു പ്ലാനാണ്. GSRTC ഓഖ രാജ്കോട്ട് ആവാനാ ചാൻസ്. ഇവിടെ വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്. ബസ്സൊക്കെയാണ് ഈ ഭാഗത്ത് വന്ന് നിർത്തിയിട്ടുള്ളത്. നല്ല പൊടിയാണ്. അപ്പോൾ ഇതാണ് മെയിൻ റോഡ്, തൊട്ട് മുന്നിൽ കാണുന്നത്. ഇനിയിപ്പോൾ അതുവഴിയാണ് പോകാനുള്ളത്. ആ ഭാഗത്ത് നിന്ന് നമുക്ക് ഓട്ടോ ആക്കിയിട്ട് പോവാം. ഈ റോഡിൻ്റെ ഇരുഭാഗത്തായിട്ടും കറുപ്പ് നിറത്തിലുള്ള മണ്ണാണ് കാണാനായി സാധിക്കുന്നത്. ഇത് കൽക്കരി ആവാനാണ് ചാൻസ്. ഇനിയിപ്പോൾ ഈ റോഡ് നേരെ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. ബോട്ട് കെട്ടി ഇവിടെ അടുത്ത് തന്നെയാണ്. എന്താണെന്നറിയില്ല, നമുക്ക് ഓക്ക കുറച്ച് പരിചയമുണ്ട്, നേരത്തെ വന്നുകൊണ്ട്. 1.4 കിലോമീറ്റർ ഇനി നടക്കാനുള്ളൂ. വണ്ടി കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം നല്ല റോഡ് തന്നെയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി കുറച്ചും കൂടെ നടന്നിട്ട് പോകാനുള്ളൂ. ഇവിടെ നിന്ന് തന്നെ പാലത്തിൻ്റെ നല്ലൊരു വ്യൂ കിട്ടും. പിന്നെ ഒരുപാട് ബോട്ടുകളൊക്കെ പോകുന്നത് കാണാം. പാലം ഒരുപാടുണ്ട്, നല്ലൊരു വ്യൂ തന്നെയാണ് ഇവിടുന്ന്. അപ്പോൾ ഇതാണ്, ഈ 2 ഭാഗങ്ങളാണ് മെയിനായിട്ട്. പിന്നെ ഇതാ ഇങ്ങനെ ഇതിലൂടെ നമുക്ക് നടന്നിട്ട് പോകാനുള്ള വഴികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ ഭാഗത്തെ നല്ലൊരു കാഴ്ച കണ്ടപ്പം എടുക്കാൻ നിൽക്കാൻ പറ്റുമോ? ഇതുവഴി തന്നെ നടക്കാം. ഇവിടെ ഒരു കൂട്ടം പട്ടികളത്ര ഉണ്ട് കണ്ട. ഇത് കാരണം നമ്മുടെ ഒരു ഓട്ടോയിൽ കയറി. വെറുതെ എന്തിനാ പണി എരുന്ന് വാങ്ങിക്കുന്നല്ലേ. ഒരുപാടൊന്നുണ്ട്. ഇപ്പൊ പാലത്തിന്റെ അടുത്തേക്ക് ഒരു ഷെയർ വണ്ടി കിട്ടി. ഒരു 20 രൂപ കൊടുത്താൽ മതി. ഇനി പോകുന്നത് ബേറ്റ് ദ്വാരക ഭാഗത്തേക്കാണ്. ഇവിടെ നിന്നാണ് പാലം സ്റ്റാർട്ട് ചെയ്യുന്നത്. നേരത്തെ വന്നതിനെക്കാട്ടും കുറച്ചുകൂടെ നല്ല റോഡുകൾ ഈ ഭാഗത്ത് എത്തുമ്പോൾ ഉണ്ട്. ഇതൊക്കെ ഓരോരുത്തന്മാർ കിടക്കുന്നുണ്ട്. നമുക്ക് നടന്നു പോകാനുള്ള ചെറിയൊരു വഴി. പാലം ഇവിടെ മുതൽ ആരംഭിക്കുകയാണ്. നടന്നിട്ട് പോകാം, അതുപോലെ തന്നെ ചെറിയ ബഗ്ഗുകൾ കൊണ്ടുപോകാം, പിന്നെ സൈക്കിളും. അത് മാത്രമേ ഇതിലൂടെ കയറ്റി വിടുകയുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള വഴികൾ സെപ്പറേറ്റ് ആക്കിയത് എന്തോ ഉപകാരമാണ്. അല്ലെങ്കിൽ പിന്നെ റോഡിനോട് ചേർന്ന് നടക്കേണ്ടി വരില്ലേ. നമ്മൾ നേരത്തെ ഇപ്പോൾ വന്നൊരു ഷെയർ വണ്ടിയില്ലേ, അത് നേരെ ബേറ്റ് ദ്വാരകയിലേക്ക് പോകുന്നത് തന്നെയാണ്. പക്ഷെ നമുക്ക് ഈ പാലത്തിൻ്റെ കാഴ്ചകൾ പകർത്താതെ പോകാൻ വേണ്ടി പറ്റില്ലല്ലോ. ദ്വാരകാധീഷ് ടെമ്പിൾ നേരെ, ബേറ്റ് ദ്വാരക നേരെ, പിന്നെ മറ്റൊരു ടെമ്പിൾ കൂടിയുണ്ട്. ഇനിയിപ്പോൾ നടന്ന് പോകുമ്പോൾ വെയിൽ കൊള്ളില്ല. ഇതുപോലെയുള്ള ഒരു വഴിയാണ് നമുക്ക് പോകാനുള്ളത്. അത് നല്ല കാര്യം തന്നെയാണ്. നല്ല സെറ്റപ്പാണ്. ഞങ്ങൾ അന്ന് വന്ന സമയത്ത് ഈ പാലത്തിൻ്റെ പണികളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്തൂടെ നടന്നു പോകുമ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തുമായിട്ട് CCTV ക്യാമറകൾ കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ ഇതിലൂടെയൊക്കെ 2 വീലറൊക്കെ എടുത്ത് വരുവാണെങ്കിൽ തിരിച്ചിറങ്ങുമ്പോൾ അവരെന്തായാലും അവിടെ അത് പ്രശ്നമാക്കും. അങ്ങനത്തെ ഇതൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാകാം. പക്ഷെ വണ്ടികൾ തീരെ കുറവാണ്. ഒരു ബസ് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു ബേറ്റ് ദ്വാരകയിലേക്ക്. ഇഷ്ടംപോലെ ഷെയർ വണ്ടികളുണ്ട്. അതിലൂടെയാണ് ആ റോഡ് ഉണ്ടായിരുന്നത്. അതായത് നമ്മൾ വന്നത് അതിലൂടെയാണ്.
പിന്നെ ഈ ഭാഗത്തുനിന്ന് കാണുന്ന കാഴ്ചകൾ കണ്ട ഒരുപാട് ബോട്ടുകളെ നമുക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി സാധിക്കും. നമ്മളിപ്പം ഇതിൻ്റെ നടുഭാഗത്ത് പോലും എത്തിയിട്ടില്ല, ഒരു കാൽഭാഗമായതേ ഉള്ളൂ. ഇവിടെ ഇപ്പം നല്ല ചൂടാണ്, പക്ഷേ ഇങ്ങനെ ഒരു നിർമ്മിതി ഉള്ളത് കൊണ്ട് നമുക്ക് വെയിൽ അനുഭവപ്പെടുന്നേ ഇല്ല. നല്ല തണലാണല്ലോ. ശരിക്കും എല്ലാ പാലങ്ങളിലൊന്നും ഇങ്ങനെയൊന്നും ഇല്ല, ഓപ്പണായിട്ടാണല്ലോ ഉണ്ടാവുക. ഇതെത്രയോ വ്യത്യസ്തമാണ്. പിന്നെ ഇവിടെ ഇതിൻ്റെ ചെറിയ ചെറിയ പണികളൊക്കെ നടക്കുന്നുമുണ്ട്. ഇപ്പം ഇങ്ങനത്തെ ഒരു ഭാഗത്തെത്തിയിരിക്കുകയാണ്. ഒരു വ്യൂ പോയിന്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതാ, പിന്നെ പാലത്തിൻ്റെ ഇവിടെ തന്നെ ഡസ്റ്റ്ബിനൊക്കെ ഉണ്ട്. എന്തുകൊണ്ടും നല്ല വ്യൂ ആണ്. ഓക്കേയുടെ ആ ഒരു നല്ലൊരു കാഴ്ച ഇവിടെ നിന്ന് കാണാൻ വേണ്ടി സാധിക്കും. പാലത്തിൻ്റെ മെയിൻ അട്രാക്ഷനായ ആ ഒരു കേബിൾ കോൺക്രീറ്റ് പൈലോണുകൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് ആ ഒരു നടന്നു പോകുമ്പോൾ ഓപ്പൺ ആയിട്ട് തന്നെയാണുള്ളത്, അതുകൊണ്ട് നല്ല വ്യൂ കിട്ടും. ശരിക്കും ഞാൻ ആഗ്രഹിച്ചത് ഇങ്ങനെ തന്നെയാണ്. ഇവിടെ അതുണ്ടെങ്കിൽ ആ ഒരു വ്യൂ ഒന്നും കിട്ടില്ല. അതാ എത്ര ഹൈറ്റിലാണെന്ന് നോക്കിയേ. രാത്രിക്ക് ഇവിടെ നല്ല ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നോക്കിയതിൻ്റെ മുകൾ ഭാഗം കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവിടെ ഒരു മയിൽപ്പീലിയൊക്കെ കാണാതാ, അതിൻ്റെ ഒരു ഡിസൈനിങ് ഒക്കെയാണ് ഏറ്റവും മുകൾ ഭാഗത്തായി കൊടുത്തിട്ടുള്ളത്. അതായത് ബെയ്ദ്വാരക എന്ന് പറയുന്നതും ഈ ദ്വാരക ഈ ഒരു ഭാഗത്ത് ശ്രീകൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ, അതുകൊണ്ടായിരിക്കാം മയിൽപ്പീലിൻ്റെ ചിത്രം കൊടുത്തിട്ടിരിക്കുന്നത്. ഈ കേബിളിൻ്റെ വലിപ്പം കണ്ട എത്രക്ക് ഉണ്ട്. ഇത് നേരെ മുകൾ ഭാഗം പോയി അവിടെ റെഡിയാവും. അങ്ങനെയാണ്. നടന്നു പോകുമ്പോൾ ടയേർഡായിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കാനുള്ള ബെഞ്ചൊക്കെ ഉണ്ട്. നമുക്ക് കുറച്ച് നേരം ഇരുന്നിട്ട് പോവാം, കാരണം ഒരേ നടത്തമല്ലേ അല്ലേ. പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, ഇവിടുത്തെ വെയിലില്ലേ, ചൂട് രാവിലെ തന്നെ ഭയങ്കരമായിട്ടാണ്. ഉച്ചയൊന്നും ആവാൻ നിൽക്കണ്ട, നല്ല രീതിയിൽ തന്നെ നമുക്ക് എന്താ പറയുക ടയേർഡാവും. രാവിലെ തന്നെ വന്നിട്ട് പോകുന്ന ഏറ്റവും നല്ലതല്ലേ. അതെ, അത് മാത്രമല്ല നമ്മൾ കണ്ണാടി വെക്കാൻ കാരണം വേറൊന്നും കൊണ്ടല്ല കേട്ടോ. ആൾക്കാർ പലതും പറയുന്നത് ഗ്ലാസ് ഒക്കെ വെച്ച് അങ്ങനെ, ഇത് നമ്മുടെ കണ്ണിന്റെ ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി മാത്രം. കാരണം ഇതിന്റെ സൂര്യൻ ഭയങ്കര അടിച്ച് കയറുന്നത് കണ്ണിലേക്ക്. നിലവിലിപ്പോൾ ഓക്കേന്ന് ബെയ്ദ്വാരകയിലേക്ക് ഫെറി സർവീസ് ഒന്നും തന്നെ ഇല്ല, കാരണം പാലം വന്നതിന് ശേഷം എല്ലാവരും വണ്ടിയിൽ തന്നെയാണ് പോകുന്നത്. ആ ഫെറിയിൽ ഞങ്ങൾ പോയ സമയത്ത് അതിലൊരു സുരക്ഷാ മുൻകരുതലുകളും ഉണ്ടായിരുന്നില്ല, കാരണം ആൾക്കാരെ കുത്തി നിറച്ചിട്ടാണ് കൊണ്ടുപോയിരുന്നത്. അതിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഓക്കേന്ന് റെയിൽവേ സ്റ്റേഷനിൽ നേരെ ഫെറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ബോട്ടിന്റെ ടെർമിനൽസ് ഉണ്ടല്ലോ, അപ്പൊ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവരിങ്ങനെ വിളിക്കും ബെയ്ദ്വാരക എന്ന് പറഞ്ഞ് വിളിക്കും. ചെറിയ പൈസ വരും, ഏകദേശം എനിക്കൊന്ന് 20-30 അങ്ങനെയാണ്ടേ ഉള്ളൂ. അതിൽ തന്നെ ഒരു ഫെറിയിൽ തന്നെ കുത്തി നിറച്ചിട്ടാണ് ആൾക്കാരെ കയറുന്നത്. നമുക്ക് ഒരു ലൈഫ് ജാക്കറ്റ് ഒരു സംഭവങ്ങളൊന്നും തന്നെ ഇല്ല, പക്ഷെ സേഫ്റ്റി എന്ന് പറഞ്ഞ സാധനം ഇല്ല തന്നെ പറയാം. അത് ഞങ്ങൾ അന്ന് പോയ സമയത്ത് തന്നെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ പേടിയുണ്ടായിരുന്നു, പക്ഷേ അതല്ലാതെ അന്ന് പോകാൻ വേറെ മാർഗങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പാലത്തിലേക്ക് കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ നമുക്ക് പാലത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇതിൻ്റെ ചരിത്രത്തിലേക്ക് വരുവാണെങ്കിൽ 2016 ഗതാഗത മന്ത്രിയായ നിതിൻ ഗഡ്കരിയാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊക്കെ അംഗീകാരം നൽകിയത്. 2017 തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ശേഷം 2024 ഫെബ്രുവരി 25 ഇത് ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അതൊക്കെ നിർവഹിച്ചത്. അപ്പോൾ ഈ ഒരു പാലത്തിൻ്റെ ടോട്ടൽ കിലോമീറ്റർ നീളം എന്ന് പറഞ്ഞാൽ 2320 മീറ്ററാണ് വരുന്നത്. കിലോമീറ്റർ പറയുകയാണെങ്കിൽ 2.5 കിലോമീറ്ററിൻ്റെ അടുത്താണ് ഇതിൻ്റെ നീളം വരുന്നത്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇങ്ങനെ ഒരു കേബിൾ പാലം നമ്മുടെ രാജ്യത്തുള്ള കാര്യം? അതുപോലെ തന്നെ 979 കോടി രൂപയാണ് ഇതിൻ്റെ ടോട്ടലായിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊക്കെ അവർ പൈസ വന്നത്. അപ്പോൾ ഇതിൻ്റെ പൊതുവായിട്ടുള്ളൊരു എന്താ പറയുക ഉപകാരം എന്ന് പറഞ്ഞാൽ ഈ ബെയ്ദ്വാരകയിൽ ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട്, അതായത് 8500ഓളം നിവാസികളുണ്ട്. അതിന് പുറമേ തന്നെ നമ്മളിപ്പോൾ ബെയ്ദ്വാരകയിലേക്ക് പോകുന്ന ഒരുപാട് ടൂറിസ്റ്റുകളും നമ്മൾ തീർത്ഥാടകരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് എന്തുകൊണ്ട് ഉപകാരമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഫെറിയൊന്നും അത്ര വലിയ സേഫ്റ്റി ഒന്നുമല്ല. പിന്നെ ഇതിന് പൊതുവായിട്ട് ഇതിനെ ബന്ധിപ്പിക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഓക്ക മെയിൻലാൻഡിനെ ബെയ്ദ്വാരകയായിട്ടാണ് ഇത് ബന്ധിപ്പിക്കുന്നത് ഈ പാലം. ഈ പാലത്തിന് ആദ്യം സിഗ്നേച്ചർ പാലം എന്നാണ് പേരുണ്ടത്, പിന്നീടാണ് ഇത് സുദർശന സേതു എന്നായിട്ട് റീനെയിം ചെയ്തത്. കേബിളുകൾ അറ്റാച്ച് ചെയ്ത ആ തൂണിൻ്റെ വലിപ്പം കണ്ട, അടുത്തെത്തുമ്പം വലിയതാണ്, ദൂരത്താണ് ഒട്ടുമില്ല. അതാ ഇങ്ങനെയുള്ള ഭാഗത്താണ് നമുക്ക് ബെഞ്ച് സൗകര്യം അവൈലബിൾ ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ആ നമുക്ക് തണലൊന്നും കൊള്ളാതെ രീതിയിലുള്ള ആ ഒരു വഴിയില്ല, അതെത്തും. അപ്പോൾ ഈ 2 ഭാഗത്താണ് ഇതുപോലെയുള്ള കേബിളുകളൊക്കെ കാണാൻ സാധിക്കുന്നത്. നവി അത് നോക്കിക്കൊണ്ടിതാ അവിടെ നടന്ന് വരികയാണ്.
ബേറ്റ് ദ്വാരകയിൽ ഫെറി വന്ന് നിർത്തുക ഇവിടെയാണ്. ഇവിടുന്ന് വേണം ബാക്കി ഭാഗങ്ങളിലേക്ക് നടന്നിട്ട് പോകാൻ. പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതുകൊണ്ട് അവിടെ ആരും തന്നെ ഇല്ല. നമുക്ക് നടന്നിട്ട് പോകാനുള്ളത് ഇതുവഴി തന്നെയാണ്. ഇതുവഴി നടന്നിട്ട് അപ്പം നമുക്ക് കുറച്ച് ഇങ്ങോട്ട് നടക്കാനുണ്ട്, കാരണം ക്ഷേത്രങ്ങളൊക്കെ ഉള്ളത് ആ ഭാഗത്താണ്. അപ്പം അത് കുറച്ച് നടക്കാനുണ്ട് അവിടുന്ന്. ഇന്ത്യയുടെ പടിഞ്ഞാറേ ഭാഗത്തല്ലേ നമ്മളിപ്പോൾ ഉള്ളത്. നമുക്ക് മാപ്പിൽ ഇപ്പം നിലവിൽ നിൽക്കുന്ന സ്ഥലം നോക്കിക്കോ. ഗുജറാത്തിൻ്റെയിലും പടിഞ്ഞാറേ ഭാഗത്താണ് നമ്മൾ വരുന്നത്. ഓക്കെയൊക്കെ വരുന്നത് ഈ ഭാഗത്താണ്. നമ്മൾ ട്രെയിനൊക്കെ ഇറങ്ങി അവിടുന്ന് ഇങ്ങനെ നടന്ന് നമ്മുടെ സുദർശന സേതു ഇങ്ങനെ ഈ കുഞ്ഞ് കാണുന്ന ഒരു ദ്വീപാണ് ബേറ്റ് ദ്വാരക എന്ന് പറയുന്നത്. അങ്ങനെ പാലത്ത് നിന്ന് ഇറങ്ങുകയാണ്. ഇവിടുത്തെ കാര്യം പറയുമ്പോൾ നല്ല വൃത്തിയാണ്. ഒരു ഭാഗത്ത് നമുക്ക് വൃത്തികേടായിട്ട് കാണാൻ കഴിയില്ല. നല്ല രീതിയിൽ തന്നെ ഇവരതൊക്കെ പരിപാലിക്കുന്നുണ്ട്. ഇവിടെ ഓഖ റെയിൽവേ സ്റ്റേഷൻ, ഓഖ പോർട്ട്, ദ്വാരക, അതിൻ്റെ ഒരു ചെറിയൊരു ബോർഡ് ഇവിടെ കാണാം. ഇനിയിപ്പോൾ ഇതുവഴിയാണ് നടന്നിട്ട് പോകാനുള്ളത്. ഇങ്ങനെ വളഞ്ഞാണ് റോഡ്. ഇവിടെ പ്ലാസ്റ്റിക് ഇടാൻ വേണ്ടി ആക്കിയൊരു സംഭവം കണ്ട, വെറൈറ്റി അല്ലേ. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കാനുള്ള ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദ്വാരകാധീഷ് ടെമ്പിൾ നേരെ ഇനിയിപ്പോൾ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഏകദേശം നടന്നിട്ട് 3 കിലോമീറ്ററിൻ്റെ അടുത്തെങ്കിലും ആയിട്ടുണ്ടാവും അല്ലേ? 3 അതിന് മുകളിലായിട്ടുണ്ടാവും. കാരണം റെയിൽവേ സ്റ്റേഷൻ 1, പിന്നെ ഇത് 2.5, 3.5 ഒന്നില്ല ഇപ്പം തന്നെ. ഒരുപാട് നടക്കുന്നുണ്ട്. നടത്തം ഞങ്ങൾക്ക് ഇഷ്ടമാണ്, കാരണം നടന്ന് പോകുമ്പോഴാണ് കൂടുതൽ കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. ഞങ്ങളിവിടെ ബേറ്റ് ദ്വാരകയിലെത്തിയേ. ഞങ്ങൾ ആദ്യം തന്നെ റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. പൂരിയും ഒരു സബ്ജിയുമാണ് കേട്ടോ. വലിയ 2 പൂരി തന്നെയാണ്. ഇത് കഴിച്ചതിന് ശേഷം നമുക്ക് നേരെ ക്ഷേത്രഭാഗത്തോട്ട് പോവാം. പൂരിയൊക്കെ ഒന്നിനും കൊള്ളാത്തൊരു പൂരി, വല്ലാത്തൊരു സ്മെല്ല്. മാത്രമല്ല അത് ആ ഓയിലിൻ്റെ ആണ്. പിന്നെ ഇവിടെ ഉപ്പുവെള്ളമാണ്, കാരണം ഈ കടലിലൊക്കെ ഉള്ള വെള്ളം കൊണ്ട് തന്നെയാണല്ലോ ഭക്ഷണമൊക്കെ വെക്കുന്നതൊക്കെ. ഇനിയിപ്പം നേരെ ഇതുവഴി നടക്കാം. ബേറ്റ് ദ്വാരകയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രമായ ദ്വാരകാധീഷ് ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ദ്വാരക ഭരിച്ചിരുന്ന സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ താമസിച്ചത് ഇവിടെയാണ്. ഇതിൻ്റെ അകത്തോട്ട് പോകുമ്പോൾ ഇപ്പോൾ മൊബൈൽ ഫോണും അതുപോലെ തന്നെ ബാഗൊക്കെ ലോക്കറിൽ വെക്കണം. ക്ഷേത്രത്തിൻ്റെ അകത്ത് ഫോൺ അലൗഡ് അല്ല. പിന്നെ ഈ ഭാഗത്ത് തന്നെ ഒരുപാട് കടകളൊക്കെ ഉണ്ട്. ഫെറിയൊക്കെ പണ്ട് ഉണ്ടായിരുന്നത് ഭാഗം ഇങ്ങോട്ടാണ്. ഒരുപാട് കടകളൊക്കെ ഉണ്ട്. ഇവിടെ ഇതാ പശുക്കളൊക്കെ. ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവിടുത്തെ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ കയറി ഭക്ഷണം വെറുതെ കഴിക്കാന്നേ ഉള്ളൂ. കാരണം നല്ല ടേസ്റ്റ് ഫുഡൊന്നും അല്ല, നല്ല കത്ത് റേറ്റാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഒരു ഓട്ടോ ഇവിടെ തന്നെ കയറി നമ്മുടെ ആ പാലം വഴി നേരെ ഓഖ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അങ്ങനെ ഒരു ഓട്ടോ കിട്ടിയിരിക്കുകയാണ്. നമ്മൾ നടന്നു വന്ന വഴി. ഇനിയിപ്പോൾ നടന്നു പോകാൻ പറ്റില്ല, കാരണം നല്ല വെയിലാണ്. ₹40 ആയത്. ഇനിയിപ്പോൾ ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ രാവിലെ കാണിച്ച ഒരു വഴിയുണ്ട്. ഇനിയിപ്പോൾ ഇതുവഴി അങ്ങ് നടന്നു പോവാം. ഒരു വരുവാ. ഇത് നല്ല പുതിയ ഡിസൈനിങ് ആണെന്ന് തോന്നുന്നല്ലേ. ഗുജറാത്തിലെ ഓക്കയിലെ കേബിൾ പാലൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇനി അടുത്ത ദിവസം ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അതായത് ഗുജറാത്തിന്റെ താഴെ ഭാഗത്തെ ഉള്ള ഒരു സ്ഥലമാണെന്ന് പറയാം. അതായത് ഗുജറാത്തിന്റെ പല ഭാഗങ്ങളിൽ കൂടിയാണല്ലോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി പോകുന്നത് ഭാവ്നഗർ. ഇതുവരെ അങ്ങോട്ട് പോയിട്ടേ ഇല്ല, അങ്ങോട്ടേക്കാണ് ഇനി പോകുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് ട്രെയിനുള്ളത്. ഒരു 2 മണിക്കൂറിന് മുകളിൽ സമയമുണ്ട്. എന്തായാലും ഞങ്ങൾ അവിടെ വെയിറ്റിംഗ് റൂമുണ്ട്, അവിടെ പോയി റെസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഓക്കേന്റെ കാഴ്ചകൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു ബൈ.